വെൽക്കം ബാക്ക് ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂക്കാരിയോട്സിലുള്ള DNA റെപ്ലിക്കേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഒരു 3 ക്ലാസ്സിലായിട്ട് പ്രോകാരിയോട്സിലുള്ള DNA ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്ലാസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഇനീഷ്യേഷനും ആ ഒരു റെപ്ലിക്കേഷന് വേണ്ട മേജർ എൻസൈംസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ട് ഇനീഷ്യേഷൻ വരെയാണ് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പം അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ക്ലാസ്സിലോട്ട് പോവാം. യൂക്കാരിയോട്സ്. സോ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രോകാരിയോട്ടിൻ്റെ DNA എന്ന് പറയുന്നത് സർക്കുലാർ ആയിട്ടുള്ള DNA ആണ്. അതിൽ അവിടെ കോയിലിംഗ് ഇല്ല, അതായത് ഹിസ്റ്റോൺ പ്രോട്ടീനുമായിട്ട് കോയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ യൂക്കാരിയോട്സിൻ്റെ DNA എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, കണ്ടൻസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് അല്ലേ. ഹിസ്റ്റോൺ കോഡുമായിട്ട് ഒരു പാക്കേജിംഗ് ഒക്കെ കാണുന്നുണ്ട്. സോ അതിൻ്റെ റെപ്ലിക്കേഷൻ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. സോ കുറച്ചും കൂടി കൂടുതൽ എൻസൈംസ് ഒക്കെ ഇതിൽ കാണുന്നുണ്ടാവും. സോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് റെപ്ലിക്കേഷൻ പഠിക്കാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ട പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഒരു പോളിമറൈസേഷൻ നടക്കണം, റെപ്ലിക്കേഷൻ നടക്കാൻ ചില എൻസൈംസ് വേണം. DNA പോളിമറൈസ് ആണ്. നമ്മൾ പ്രോകാരിയോട്ടിലെ DNA പോളിമറൈസ് 3 ആണ് മെയിനായിട്ട് പഠിച്ചത്. ഇതിൽ 3 അല്ല, DNA പോളിമറൈസ് ആൽഫ, ബീറ്റ, ഗാമ, അപ്സിലോൺ, ഇങ്ങനെ 4 DNA പോളിമറൈസ് ആണ് ഉണ്ടായിരിക്കുക. പിന്നെ എന്താവും, എല്ലാവരുടെയും ഒരു ഒറി സൈറ്റ് ഉണ്ടാവും അല്ലേ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടാവും. അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ ഒരു പ്രോട്ടീൻസ് ഉണ്ട്, അതാണ് ORC, ഒറിജിൻ ഓഫ് റെക്കഗ്നിഷൻ കോംപ്ലക്സ്. ഒറി സൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് അവിടെ വന്ന് ബൈൻഡ് ചെയ്ത് ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോംപ്ലക്സ് ആണ് ഒറീസി എന്ന് പറയുന്നത്. ദെൻ ഹെലിക്കേസ് ഉണ്ടല്ലോ, നമ്മൾ ഹെലിക്കേസ് ആക്ടിവിറ്റി എന്തിനാ, അൺവൈൻഡ് ചെയ്യാൻ വേണ്ടി DNA ഡബിൾ സ്ട്രാൻഡിനെ ബ്രേക്ക് ചെയ്യാനാണ് ഹെലിക്കേസ് നമ്മൾ പ്രൊകാരിയോട്ടിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെയുള്ള ഹെലിക്കേസിന് ഒരു പേരുണ്ട്, MCM കോംപ്ലക്സ് എന്നാണ് അതിൻ്റെ പേര്. മിനി ക്രോമസോം മെയിൻ്റനൻസ് കോംപ്ലക്സ് എന്നാണ് പേര്. അതൊരു ഹെലിക്കേസ് എൻസൈമാണ്. പിന്നെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഇല്ലേ, അൺവൈൻഡ് ചെയ്ത DNA സ്ട്രാൻഡ് അതേപോലെ തന്നെ അൺവൈൻഡ് ആയിട്ട് സിംഗിൾ ആയിട്ട് തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് കുറേ സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ SSB ഉണ്ട്. സോ SSBക്ക് പകരം ഇവിടെ ഉള്ളത് RPA ആണ്. പിന്നെ ഒരു സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസും അതുമായി ബന്ധപ്പെട്ട കുറേ പ്രോട്ടീൻസും ഉണ്ട്. ദെൻ ഒരു ക്ലാമ്പ് ലോഡഡ് RFC, ഇതൊക്കെ നമ്മൾ ഇലോങ്ങേഷനിലാണ് പഠിക്കുക, ഈ ഒരു കുറേ എൻസൈംസ് ഒക്കെ. സോ ഫസ്റ്റ് നമുക്ക് ഇനി ഇനീഷ്യേഷനിലോട്ട് പോകാം. സോ ഇനീഷ്യേഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ യൂക്കാരിയോട്സിൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് എന്ന് പറയുന്നത് ഒന്നല്ല, മൾട്ടിപ്പിൾ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ് നമ്മുടെ യൂക്കാരിയോട്സിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ യൂക്കാരിയോട്സ് നമ്മൾ ആ ഒരു ഡിവിഷൻ സൈക്കിൾ പഠിക്കും. നമ്മൾ G1 ഫേസ്, S ഫേസ്, M ഫേസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു DNA റെപ്ലിക്കേഷൻ ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് G1 ഫേസിലാണ്. സോ അതിനുശേഷം കുറേ എൻസൈംസിൻ്റെ ആക്ടിവിറ്റിയും നമ്മുടെ CDK എന്ന് പറയുന്ന ആ ഒരു എൻസൈമിൻ്റെ പ്രസൻസ് ഒക്കെ കൊണ്ടാണ് G1 ഫേസിൽ നിന്ന് S1 ഫേസിലേക്കുള്ള മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഫേസിൽ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പം പറയുന്ന ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാകും, ഇനീഷ്യേഷന് മുന്നേ ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത് G1 ഫേസിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് പ്രോസസ്സിലോട്ട് പോവാം. ഇതാണ് ഒരു DNA ഡബിൾ ഹെലിക്സ് എന്ന് വെക്കുക. നമ്മളൊരു ചെറിയൊരു പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒറ്റൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറി സൈറ്റ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ റീജിയൻ. അപ്പോൾ അവിടെ ഫസ്റ്റ് എന്താ നടക്കുന്നത്, ഈ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റിലേക്ക് ORC, ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ് വന്ന് ബൈൻഡ് ചെയ്താണ്. ഒരു ഒറീസിയിലേക്ക് ORC വന്ന് ബൈൻഡ് ചെയ്യാണ്. ORCൻ്റെ ഫുൾ ഫോം നോക്കണം, ഒറിജിൻ റെക്കഗ്നിഷൻ കോംപ്ലക്സ്. ഒറീസിയെ റെക്കഗ്നൈസ് ചെയ്ത് അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന ആളാണ് ഒറീസി. സോ ഈ ഒറീസിയുടെ ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഒറീസി ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ആര് വരികയാണ്, CDC6 വരികയാണ്, CDC+1 കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഈ ഒരു CDC6 CD+1 അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുമ്പം അവിടെ ഹെലിക്കേസ് എന്ന് പറയുന്ന നമ്മളുടെ MCM കോംപ്ലക്സ് അവിടെ വന്ന് റിക്രൂട്ട് ചെയ്യും. ഇത്ര വരെയാണ് പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് വന്ന് MCM വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡബിൾ സ്ട്രാൻഡിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതായത് ഹെലിക്കേസ് ആക്ടിവിറ്റി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ ഹെലിക്കേസ് ആക്ടിവിറ്റി നടക്കുമ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഇവിടെ ഫോം ചെയ്തു. ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്ത് പ്രൈമറിനെ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വരെയാണ് ആക്ച്വലി ഇനീഷ്യേഷൻ. അപ്പോൾ ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുമ്പം ഈ ഒരു എൻസൈം ഒക്കെ ഫോം ചെയ്യുമ്പം അവിടെ CDK എന്ന് പറയുന്ന സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. അപ്പോൾ G1 ഫേസിൽ നിന്ന് നേരെ S1 ഫേസിലേക്ക് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് യൂക്കാരിയോട്ടിൽ പ്രീ ഇനീഷ്യേഷൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇനീഷ്യേഷൻ പറയുന്ന പ്രോസസ്സ് നോക്കാം. അപ്പം ഇനീഷ്യേഷൻ എന്നുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെറിയൊരു തെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പ്രോട്ടീൻസിൽ DNA പോളിമറൈസ് ആൽഫ ബീറ്റ ഗാമ എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആൽഫ ഡെൽറ്റ എപ്സിലോൺ ഈ മൂന്നെണ്ണമാണ് ഉള്ളത് കേട്ടോ. ബീറ്റയും ഗാമയും അധികം പറയാറില്ല. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് ഈ ഒരു ഇനീഷ്യേഷനും റെപ്ലിക്കേഷനും ഒക്കെ പറയുന്നത്. നമ്മൾ ഇത്ര വരെയുള്ള പ്രോസസ്സാണ് പറഞ്ഞത്. ഇവിടെ കുറേ പ്രോട്ടീൻസ് വന്ന് ലോഡ് ചെയ്തു. അപ്പോൾ G1 ഫേസിലാണ് ഉള്ളത്. അവിടുന്ന് CDKയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് S ഫേസിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു CDKയുടെ കോൺസെൻട്രേഷൻ കൂടിയ സമയത്ത് ചില പ്രോട്ടീൻ കോംപ്ലക്സ് ഉണ്ട്. അതായത് CDC45, MCM, G1NS എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് എങ്ങോട്ടേക്ക് വന്ന് ഈ ഒരു റെപ്ലിക്കേഷൻ ഫോർക്കിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. ഈ ഒരു കോംപ്ലക്സ് ഫുള്ളായിട്ട് വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ പോളിമറൈസ് എൻസൈം ഇവിടെ വരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കുറേ എൻസൈംസ്. അതിൽ പ്രൊകാരിയോട്സിൽ DNA പോളിമറൈസ് 3 ആണ് പോളിമറൈസേഷൻ. പക്ഷേ യൂക്കാരിയോട്ടിൽ DNA പോളിമറൈസ് ആൽഫയാണ് പോളിമറൈസ് ആക്ടിവിറ്റി ഉള്ള എൻസൈം എന്ന് പറയുന്നത്. പിന്നെ ഡെൽറ്റയും അബ്സിലോണും ഇട്ടിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നത് ലീഡിങ് സ്ട്രാൻഡും അബ്സിലോൺ എന്ന് പറയുന്നത് ലാഗിങ് സ്ട്രാൻഡിന്റെ സിന്തസിസിനും സഹായിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് പോളിമറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ DNA പോളിമറൈസ് ആൽഫ വരണം. സോ ആൽഫയ്ക്ക് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കോംപ്ലക്സ് ഈ ഒരു ഫോർക്കിൽ വന്ന് ബൈൻഡ് ചെയ്താൽ മാത്രമേ DNA പോളിമറൈസ് ആൽഫയ്ക്ക് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആൽഫയുടെ ഫംഗ്ഷൻ എന്താ? 2 ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ 5' എൻഡ് 5' to 3' ആക്ടിവിറ്റി എൻഡിലാണ് നമ്മുടെ റെപ്ലിക്കേഷൻ നടക്കുക. അപ്പോൾ 5' എൻഡിൽ വന്നിട്ട് നമ്മുടെ പ്രൈമേസ് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? 3' OH ഗ്രൂപ്പ് ഫ്രീ ആയിട്ടുണ്ടാവും. അവിടെയാണ് DNA പോളിമറൈസ് വന്ന് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് 2 സ്ട്രാൻഡ് ഉണ്ട്. ഇവിടെയും ഒരു പ്രൈമർ വന്ന് ആഡ് ചെയ്തു, ഇവിടെയും പ്രൈമർ വന്ന് ആഡ് ചെയ്തു. അത് DNA പോളിമറൈസ് ആൽഫയാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഒരു DNA പോളിമറൈസ് ആൽഫയ്ക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് പ്രൈമറിനെ ആഡ് ചെയ്യലും, 2 ആ പ്രൈമറിലൂടെ അടുത്ത ആ ഒരു സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഈ ഒരു DNA പോളിമറൈസ് ആൽഫയാണ്. സോ ലാഗിങ് സ്ട്രാൻഡിലും ലീഡിങ് സ്ട്രാൻഡിലും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. സോ ഇനി ലാഗിങ് സ്ട്രാൻഡും ലീഡിങ് സ്ട്രാൻഡും കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ലീഡിങ് സ്ട്രാൻഡാണ് മുകളിലുള്ളത്. ആ ഒരു ലീഡിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ DNA പോളിമറൈസ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാഗിങ് സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ആളാണ് അപ്സിലോൺ എന്ന് പറയുന്നത്. മുകളിലുള്ളത് ലീഡിങ് സ്ട്രാൻഡുമാണ്, താഴെയുള്ളത് ലാഗിങ് സ്ട്രാൻഡുമാണ്. സോ പ്രൈമർ വന്ന് ജസ്റ്റ് DNA പോളിമറൈസ് ഇങ്ങനെ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. സോ ഇതുവരെയാണ് ജസ്റ്റ് ഇനീഷ്യേഷനിൽ പറയേണ്ടത്. ഇനി കുറേ എൻസൈംസ് വരുന്നുണ്ട്. ഞാൻ ഇലോങ്ങേഷൻ്റെ ജസ്റ്റ് ഒരു പോർഷൻ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇനീഷ്യേഷൻ മാത്രമായിട്ട് പറയുമ്പോൾ അവിടെ ഒരു കംപ്ലീഷൻ കിട്ടില്ല. സോ അതിനുശേഷം ഇലോങ്ങേഷൻ നടക്കാൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു DNA പോളിമറൈസ് ആൽഫയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ട്. സോ അതാണ് ക്ലാം ലോഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ട്രക്ചർ ഉണ്ട്. അതാണ് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഇനീഷ്യേഷൻ പ്രോസസ്സായിട്ട് പറയേണ്ടത്. താങ്ക് യു.